വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ നിന്നിട്ടുള്ളത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോയും കാര്യങ്ങളും അറിയിക്കാനാണ്. ഒരു മാസം മുമ്പ് എങ്ങനെയാണെന്ന് തോന്നുന്നു, ഐ തിങ്ക് അല്ലെ കഴിഞ്ഞ ആഴ്ച എങ്ങനെയാണ് ഡാർക്ക് ഗെയിമേഴ്സ് ഈ ഒരു പെസിയോ എന്ന് പറഞ്ഞൊരു ഐഡിയയെക്കുറിച്ച് യൂട്യൂബിൽ വീഡിയോയും കാര്യങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. സോ ഞാൻ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞാനത് അവൻ്റെ ചാനലിൽ കയറി ഞാനൊരു ഗിവ് അവയിൽ ജസ്റ്റ് ഒരു ഇമോജി കമൻറ്റ് ചെയ്തു. പിറ്റേ ദിവസം എനിക്ക് ജസ്റ്റ് ഇന്നലെ നോക്കുകയാണെങ്കിൽ ഒരു 1:30 പുള്ളിക്കാരൻ ഹലോ വിളിച്ചു. ഞാൻ തിരിച്ച് റിപ്ലൈ ഇട്ടു. പിന്നെ മൂപ്പൻ പറയുന്നത് വി ആർ ഹാപ്പി ടു സേ യു ആർ ദ ഗിവ് അവേ വിന്നർ നിങ്ങളാണെന്ന്. അതാണ് പ്രൈസായിട്ട് അദ്ദേഹം വയ്ക്കുന്നത് 2550 പല പേരും ഈ കാരണത്തിൽ 2550 കോയിൻ കിട്ടും, എന്തായാലും കൊണാമി ഒന്നും തരിക, അതുകൊണ്ട് തന്നെ 2550 കോയിൻ ഫ്രീ ആണെന്ന് വിചാരിച്ച് പല ചാട്ടങ്ങളും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നുകൂടി ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചു പ്രൈസ് റെഡീം കോഡായി തരാൻ പറ്റുമെന്ന്. അങ്ങനെ അദ്ദേഹം പറയുന്നത് ആ കോയിൻ പർച്ചേസ് ചെയ്യുന്ന സ്ട്രീം പോയിൻ്റ് വെച്ചാണ്, സ്ട്രീം ചെയ്യുന്ന ലോക്കോ പോലത്തെ ഒരു പോയിൻ്റ് വെച്ചാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ചോദിച്ചു പ്ലീസ് ഗിവ് ടു റെഡീം കോഡാണ്. ഓക്കെ തരാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. ജിമെയിൽ അക്കൗണ്ട് വേണമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഞാൻ ബ്രോ എനിക്ക് നിങ്ങൾ ട്രസ്റ്റഡ് ആണോ അറിയണം, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു ഐഡിയ ഒന്നുമല്ല ഇത്, ഞാൻ ഒരു ഗ്രൂപ്പിൽ കിടന്ന ഐഡിയ എടുത്തിട്ട് ഞാൻ ഇതിനകത്തിട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതാണ് എൻ്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അതിനുശേഷം ഞാൻ പറഞ്ഞു അതിന് ഫസ്റ്റ് ബ്രോ ഒരു 500 രൂപ എങ്കിലും തന്നിട്ട് ഞാൻ ജിമെയിൽ തരാമെന്നാണ്. എന്നിട്ടും ബ്രോ അത് കേൾക്കുന്നില്ല. സംഗതി ഇത്രയും വലിയ അക്കൗണ്ടൊക്കെ തന്നിട്ടും 500 ചോദിച്ചും കേൾക്കുന്നില്ല. പക്ക സ്കാമറാണ്, നിങ്ങൾക്ക് കാണാം ബ്രോ. അതിന് ഞങ്ങൾ കോയിന് സ്ട്രീം പോയിൻ്റ് ആയിട്ടാണ്, പുള്ളിക്കാരെ സ്ട്രീം പോയിൻ്റ് വിടുന്നില്ല. അത് തന്നെയാണ്. ഇമെയിൽ ആൻഡ് പാസ് വേണമെന്ന് ഞാൻ ചോദിച്ചു. എന്നാലും പറഞ്ഞു കൊനാമി ഐഡിയും പാസും വേണം. പിന്നെ ഞാൻ പറഞ്ഞു 3K എൻ്റെ അടുത്തുള്ള കളക്ഷനുള്ള ഒരു അക്കൗണ്ടാണ്, എനിക്കൊരു 500 രൂപ വേണമെന്നും പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വീണ്ടും പറയുന്നു സ്ട്രീം പോയിൻ്റ് വെച്ചാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നിനക്ക് ട്രസ്റ്റ് ഇല്ലെങ്കിൽ സെക്കൻഡ് ഐ ഡി തരാൻ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലർക്കും ട്രസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഫസ്റ്റ് ഐ ഡി ഇല്ല എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഐ ഡി നമ്മൾ കൊടുക്കുന്നില്ല എന്ന് വെച്ചാൽ സെക്കൻഡ് ഐ ഡിയും കൂടി ചോദിച്ചാൽ പലവർക്കും ട്രസ്റ്റ് തോന്നാൻ ചാൻസ് ഉണ്ട്. കാരണം സെക്കൻഡ് ഐ ഡിക്കല്ലേ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോട് സ്ട്രീം പോയിൻ്റ് കാണിക്കാൻ പറഞ്ഞു. അന്നേരം പറഞ്ഞാൽ അത് ഗെയിമിംഗ് പ്ലാറ്റ്ഫോം അല്ലേ. ഓക്കെ, അതിൻ്റെ അതുള്ള പോയിൻ്റ് പോലും അദ്ദേഹം കാണിക്കാൻ റിവീൽ ചെയ്യാൻ തയ്യാറല്ല. പിന്നെ സെക്കൻഡ് ഐ ഡി ഇല്ല എന്നും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ട്രസ്റ്റ് ഇല്ലെങ്കിൽ സെക്കൻഡ് ഐ ഡിയിൽ മെസ്സേജ് അയക്കുന്നു പറഞ്ഞിട്ടുണ്ട്. എന്താണ് സെക്കൻഡ് ഐ ഡി ഇല്ല ബ്രോ, വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നു പറഞ്ഞു. ഓക്കെ താങ്ക്സ് പറഞ്ഞു. ജസ്റ്റ് ഒരു ഇമോജി എടുത്തു. ന്യൂ ഐ ഡി തുടങ്ങിക്കളാന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഉഡായിപ്പാണ് ഗൈസ്. ന്യൂ ഐ ഡി തുടങ്ങിക്കളാന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഐ ഡി ചിലപ്പോൾ എടുത്തു കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും 2550 ട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട്. ഞാൻ ബ്ലൈൻഡഡ് ആണ്, പോലീസ് സം മെമ്പേഴ്സ് ഇൻഫോംഡ് ചെയ്തിട്ടുണ്ട്, ഇനി ഒരു സ്കാമറാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ കേരള പോലീസിൽ മെസ്സേജ് ചെയ്യുമെന്നൊക്കെ ഒരു തമാശയ്ക്ക് തട്ടി വിട്ടു. അതിനുശേഷം ഓക്കെ ഇട്ടിട്ട് പുള്ളിക്കാരൻ്റെ പഴയ പരിപാടി എന്താ പറഞ്ഞു നോക്കുകയാണെങ്കിൽ അക്കൗണ്ട് തന്നെ എന്താക്കിയിട്ടുണ്ട്, ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഈ ഒരു റീലും കാര്യങ്ങളും നമുക്ക് ഒന്നും തന്നെ കാണാനാകുന്നില്ല. ഓക്കെ, നമ്മൾ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഫോളോ ഒന്നും ചെയ്യാനാകുന്നില്ല ഗൈസ്. കണ്ടോ, സോറി വി കുഡ് നോട്ട് കംപ്ലീറ്റ് യുവർ റിക്വസ്റ്റ് ആണ്. ഓക്കെ, പുള്ളിക്കാരൻ നമ്മളെ എന്താക്കിയിട്ടുണ്ട്, സ്റ്റോറി ഒന്നും നമുക്ക് കാണാനാവില്ല, കാരണം ബ്ലോക്ക് അടിച്ച് വിട്ടിട്ടുണ്ട്. സംഗതി ഇത് പക്ക സ്കാമറാണ്. ഈ ഒരു ഇൻസ്റ്റ ഐ ഡി ഈ ഇൻസ്റ്റ ഐ ഡി ഞാൻ ഉറപ്പായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ. ഇതുപോലത്തെ അബദ്ധങ്ങളിലൊന്നും ചാടാതിരിക്കുക. ഇതിൻ്റെ ഫസ്റ്റ് ഐ ഡി നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാനാണ്. അത് ഗിവ് അവേയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഒരു ഇതുമില്ലാത്ത വീഡിയോസാണ് ഗൈസ്. 1K അടുത്ത് ഫോളോവേഴ്സ് ഉണ്ട്. നമ്മൾ വിചാരിക്കും കുറച്ച് ട്രസ്റ്റഡ് ആണ്, കാരണം പെസ്സിന് 1K ഒക്കെ കിട്ടുകയാണെങ്കിൽ തന്നെ ട്രസ്റ്റഡ് ആണെന്ന് വിചാരിക്കും. ബട്ട് ഒരിക്കലും ഇത് ട്രസ്റ്റഡ് അല്ല. പതിനേഴ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പറയാമല്ലോ, ഇതുപോലത്തെ ഒരു അപകടത്തിലും ചെന്ന് ചാടാതിരിക്കുക. ചാടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് വരെ പോകാൻ ചാൻസ് ഉണ്ട്. പലരുടെ അക്കൗണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് എക്സ്ചേഞ്ച് അടിക്കണമെന്ന് പറഞ്ഞു. ഏതോ ഒരു മൊറോക്കൻ ചെങ്ങായിൻ്റെ കൂടെയാണ് എക്സ്ചേഞ്ച് അടിച്ചത്. ചെങ്ങായി അക്കൗണ്ട് തൂക്കി പോയിട്ടുണ്ട്. ഫേക്ക് നമ്പറാണെന്ന് പിന്നെയാണ് മനസ്സിലായത്. അതുപോലെ തന്നെ കുറേ സ്കാമേഴ്സ് ഉണ്ട് പെസ്സിൽ. പിന്നെ പണ്ടുള്ളൊരു സ്കാമായിരുന്നു പെസ്സിലുള്ള സ്കാം. ഓരോ പ്ലെയേഴ്സിനെ ഫ്രീ ആയിട്ട് കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്കാം. അതും ഉഡായിപ്പ് സ്കാമാണ്. IS സ്കാമിലും പെടരുത്. IS സ്കാം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ലിങ്ക് കയറും, ആ ലിങ്ക് കയറിയിട്ട് നമ്മൾ ഇമെയിലും പാസ്വേഡ് അടിച്ചാൽ നമുക്ക് കൊനാമി ഐഡിയും പാസും കിട്ടിയാൽ ഓക്കെ അത് കിട്ടുമെന്നാണ് എല്ലാവരും പറയുക. റീലിടുന്നോലും അല്ലാത്തവരൊക്കെ പറയുക. പക്ഷേ ആ ഒരു ലിങ്ക് കയറി നമ്മളത് ആ ഒരു കൊനാമി ഐഡിയും പാസ്വേഡ് അടിച്ചാൽ നമ്മളെ അക്കൗണ്ട് ഡയറക്റ്റായിട്ട് സ്കാമേഴ്സിൻ്റെ കയ്യിലുണ്ടാവും. അതുപോലെ തന്നെയാണ്. പിന്നെ അതിൽ ഇത് ട്രസ്റ്റഡ് കൊനാമി ഒരിക്കലും ഫ്രീ കൊടുക്കുകയില്ല ഒരു പ്ലെയറിനെയും. കൊനാമി ഫ്രീ കൊടുക്കില്ല എന്ന് നമുക്കറിയാം. ഫ്രീ കൊടുക്കുകയാണെങ്കിൽ ലിങ്ക് കൂടെയും കാര്യങ്ങളിലൊന്നും ഫ്രീ കൊടുക്കുന്നതിനായിരിക്കില്ല. ഓൺലി കൊനാമി ഫ്രീ കൊടുക്കുകയാണെങ്കിൽ നമ്മളെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ
സാധാരണ മെയിൽ ബോക്സ് വഴിയോ അങ്ങനെ ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടീസോ അങ്ങനെ കാര്യങ്ങളൊക്കെ തന്നിട്ട് ഇവൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഫ്രീ കൊടുക്കുകയുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും ലിങ്കിലൊന്നും തൊട്ട് നമ്മൾ എന്താക്കരുത്, പാസ്വേഡും കൊനാമി ഐ ഡിയും ഒക്കെ അടിച്ചിട്ട് കൊടുക്കാൻ പാടില്ല. കൊടുത്താൽ നമ്മൾ അക്കൗണ്ട് ഓൺ ദ സ്പോട്ടിൽ തന്നെ സ്കാമേഴ്സ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ പലരുടെയും അക്കൗണ്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. ഈ സ്കാമേഴ്സിന് ഇത് വെച്ചിട്ട് എന്താക്കാണെന്ന് ചോദിക്കും. ഇത് വെച്ചിട്ട് സെക്കൻഡ് അക്കൗണ്ട് കിട്ടിയാൽ ഓൽക്ക് ലാഭമാണ്. ചെറിയ അക്കൗണ്ട് ആണെങ്കിൽ 100 രൂപ കിട്ടിയാൽ ഓൽക്ക് ലാഭമാണ്. ഓലിത് വേറെ സെല്ലേഴ്സിൻ്റെ ഓടി പോയിട്ട് ആ അക്കൗണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് കളിച്ചുണ്ടാക്കിയതോ അല്ലെങ്കിൽ കോയിൻ ബൈ ചെയ്തിട്ടുണ്ടാക്കിയ അക്കൗണ്ട് ഓലെടുത്തുണ്ടാക്കും, വിൽക്കും, സ്വാഭാവികം. എന്നിട്ട് അത്രയാണോ ഓലെ ഡ്യൂട്ടി? അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഞാൻ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.